ഞാൻ ഇപ്പോൾ ഉള്ളത് പെരുമ്പ GM UP സ്കൂളിലാണ്. 4ാം ക്ലാസ് കുട്ടികളുടെ അടുത്താണ്. ഇവർക്ക് ഇന്ന് പരീക്ഷയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കുട്ടികളോട് ചോദിക്കാം. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്, അത് കുട്ടികൾ തന്നെ പറഞ്ഞു തരും. പേരെന്താ? ഹരിനന്ദ്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ മലയാളം പരീക്ഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമ്മുടെ കുട്ടികളെ തന്നെ പറഞ്ഞുതരും. എന്താണ് ഈ മലയാളം പരീക്ഷയുടെ ഇന്നത്തെ പ്രത്യേകത? നമ്മുടെ സ്വന്തം മാഷിൻ്റെ കവിതയാണ് ഇന്ന് പരീക്ഷയിലുണ്ടായിരുന്നത്. ആ കവിത കൂട്ടിച്ചേർക്കാനാണോ ഉണ്ടായത്? എഴുതിയോ? നന്നായിട്ട് എഴുതിയോ? മാഷിൻ്റെ പേരെന്താ? CM വിനയചന്ദ്രൻ മാഷ്. നമുക്ക് അടുത്ത ആളോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? നല്ലതായിരുന്നു. എന്താ പരീക്ഷേൻ്റെ പ്രത്യേകത? ഇപ്പോൾ ഒരാൾ പറഞ്ഞു തന്നു. നന്നായിട്ട് എഴുതിയോ പരീക്ഷ? എഴുതി. മാഷെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല മാഷാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കവിയാണ്. ആ മാഷിൻ്റെ സ്കൂളിൽ പഠിക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. അതെ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്കൂളിലെ മാഷ് എഴുതിയ കവിതയാണ് ഇന്നത്തെ 4ാം ക്ലാസ്സിൻ്റെ മലയാളം ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് മാഷോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് പരീക്ഷ? കഴിഞ്ഞു എല്ലാവരും? എങ്ങനെയുണ്ട് പരീക്ഷ? ഏത് ചോദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പരീക്ഷയിൽ? മാഷ് എഴുതിയ കവിത ഇന്നത്തെ കുട്ടികളുടെ ചോദ്യപേപ്പറിൽ വന്നു. എന്ത് തോന്നുന്നു മാഷ്ക്ക് ഈ ഒരു നിമിഷത്തിൽ? സന്തോഷം തോന്നുന്നു. കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കവിത കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറിയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഈ വർഷം തന്നെ നേരത്തെ ഹൈസ്കൂൾ സെക്ഷനിൽ 6ാം ക്ലാസ്സിലെ മലയാളം ചോദ്യക്കടലാസിലും ഇതുപോലൊരു കവിത വന്നിട്ടുണ്ടായിരുന്നു ഈ മാർച്ചിൽ തന്നെ. അപ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടം തോന്നുന്ന, അവർക്ക് താല്പര്യം തോന്നുന്ന, അവർക്ക് താളത്തിൽ ആസ്വദിച്ച് ചൊല്ലാൻ കഴിയുന്ന കവിതകൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കിളികളി മണ്ണിൻ്റെ പാട്ടുകാരായി, കിളികളി മണ്ണിൻ്റെ പാട്ടുകാരായി, മലകളി മണ്ണിൻ്റെ കാവലാളായി. ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ഒരു സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുകയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.